രാജ്യത്ത് നടക്കുന്ന അനീതിക്കെതിരെ ശബ്ദിക്കുന്നവർ എല്ലാവരും ഒറ്റ രാത്രി കൊണ്ട് സുഡാപ്പികളാവുകയാണ്. BJPയും അവരുടെ ഭരണകൂടത്തെയും ചോദ്യം ചെയ്യുന്നവർ രാജ്യദ്രോഹികളാണെന്നുള്ള രീതിയിലുള്ള വിചിത്രമായൊരു അസഹിഷ്ണുതാ രാഷ്ട്രീയത്തിനാണ് ഇന്ന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എന്ത് തരം ജനാധിപത്യമാണെന്നുള്ള ചോദ്യമാണ് ഇന്ന് രാജ്യമെമ്പാടുമുള്ള ജനാധിപത്യ വിശ്വാസികൾ വളരെ ശക്തമായി ഉയർത്തുന്നത്. ഏത് ജനാധിപത്യത്തെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ, രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് തെരുവ് ചോരക്കളമായി മാറുമ്പോൾ, വിദ്യാർത്ഥികളുടെ ഭാവിയെ ചൊല്ലി ജനകോടികൾ നെഞ്ചുപൊട്ടുമ്പോൾ, നീതിയുടെ പക്ഷം പിടിച്ച മനുഷ്യരെ മുഴുവൻ ഒരൊറ്റ രാത്രി കൊണ്ട് ഏതെങ്കിലും ഒരു ലേബൽ ഒട്ടിച്ച് ശത്രുക്കളാക്കുന്ന ഒരു വിചിത്ര തന്ത്രമാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ആ തന്ത്രമെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരാണ് സുഡാപ്പി എന്നത്. ഭരണകൂടത്തിന്റെ അനീതിക്കെതിരെ സ്വരമുയർത്തിയാൽ, തെരുവിൽ ചോറ് ചിന്തിയ യുവതയ്ക്കായി രണ്ട് വാക്ക് സംസാരിച്ചാൽ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരങ്ങൾ മുതൽ സാധാരണക്കാരായ മനുഷ്യർ വരെ ഒറ്റ രാത്രി കൊണ്ട് ഭരണകൂടത്തിന്റെ വിചാരണക്കൂട്ടിൽ സുഡാപ്പികളും രാജ്യദ്രോഹികളുമായി മാറുകയാണ്. പാകിസ്ഥാനികളും ബംഗ്ലാദേശികളുമായി മാറുമെന്നുള്ള അവസ്ഥയാണുള്ളത്. അധികാരത്തിന്റെ ധാർഷ്ട്യത്തിന് മുന്നിൽ അനാവശ്യ ലേബലുകൾ ഒട്ടിച്ച് ചോദ്യങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന അസഹിഷ്ണുതയുടെ യഥാർത്ഥ മുഖം മൂടിയാണ് ഇവിടെ അടിഞ്ഞു വീഴുന്നത്. തെരുവിൽ പടരുന്ന വിപ്ലവത്തിലേക്ക്, ചിന്തകളെ ഉണർത്തുന്ന നീതി പോരാട്ടത്തിന്റെ നേർക്കാഴ്ചകളിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നതും ഇതൊക്കെ തന്നെയാണ്. മമ്മൂട്ടിയും മഞ്ജു വാര്യരും സുഡാപ്പികളാണ്. പൃഥ്വിരാജും ഇന്ദ്രജിത്തും അതുപോലെ തന്നെ ടൊവിനോ തോമസും കുഞ്ചാക്കോ ബോബനുമൊക്കെ ഒറ്റ രാത്രി കൊണ്ട് സുഡാപ്പികളായി മാറിയിരിക്കുകയാണെന്ന് കേൾക്കുമ്പോൾ എന്തൊരു ആശ്വാസമായിരിക്കുമല്ലേ എന്നതും ചിലർക്ക് തോന്നുന്നത്. രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് വിദ്യാർത്ഥികൾ തെരുവിൽ തല്ലിച്ചതയ്ക്കപ്പെടുമ്പോൾ അവരുടെ ഭാവിയും ജീവിതവും ചോദ്യചിഹ്നമാകുന്ന ഈ സാഹചര്യത്തിൽ നീതിക്ക് വേണ്ടി രണ്ട് വാക്ക് സംസാരിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട താരങ്ങളെല്ലാം ഒറ്റ രാത്രി കൊണ്ട് തീവ്രവാദികളും രാജ്യദ്രോഹികളും സുഡാപ്പികളുമാകുന്ന എന്നുള്ള ലേബലൊട്ടിച്ചുകൊണ്ട് പെട്ടിയിലാക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു വിചിത്രമായ ആശ്വാസമാണ് ഇപ്പോൾ സംഘപരിവാറും അവരുടെ സൈബർ പോരാളികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ഭാവിക്കും നീതിക്കും വിദ്യാഭ്യാസ അവകാശങ്ങൾക്കും വേണ്ടി തെരുവിലിറങ്ങി പോരാടിയ വിദ്യാർത്ഥികൾക്ക് നേരെ ഭരണകൂടത്തിൻ്റെ ക്രൂരമായ മർദ്ദനമുറകളും അതുപോലെ പോലീസ് അതിക്രമങ്ങളും അഴിച്ചുവിട്ടപ്പോൾ ആ അനീതി കണ്ടു നിൽക്കാനാകാതെ മാനുഷികതയുടെ പക്ഷം പിടിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കലാകാരന്മാരാണ് ഒറ്റ രാത്രി കൊണ്ട് വേട്ടയാടപ്പെട്ടത്. ഇതൊന്നും കൂടാതെ തമിഴകത്തു നിന്നുള്ള കലാകാരന്മാരും കലാകാരികളും ഇതുപോലെ വേട്ടയാടപ്പെടുന്നുണ്ട്. ജ്യോതികയ്ക്ക് നേരെയും ഇപ്പോഴാ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തെല്ലാം ചീത്തവിളികളും തെറിവിളികളുമാണ് അവർ കേൾക്കേണ്ടി വന്നതെന്ന് കൂടി നാം കാണേണ്ടതാണ്. കേന്ദ്ര വിദ്യാലയങ്ങളിലെയും രാജ്യമെമ്പാടുമുള്ള CBSE അതുപോലെ നീറ്റ് പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർച്ചയിൽ നിന്നും തുടങ്ങിയ അമർഷത്തിൻ്റെ തീപ്പൊരിയാണ് ഇപ്പോൾ ഇന്ത്യയുടെ തലസ്ഥാനത്തെ ഒലിച്ചു നിൽക്കുന്ന ഒരു വലിയ ജനകീയ പ്രക്ഷോഭമായി മാറിയിരിക്കുന്നത്. ഇത് ഇത്രയും വലുതാക്കിയത് BJP ഭരണകൂടം തന്നെയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് അങ്ങേറ്റം സമാധാനപരമായി നടന്ന ഈ പ്രക്ഷോഭത്തെ കേന്ദ്രത്തിലെ BJP ഭരണകൂടം നേരിട്ടത് തികച്ചും മൃഗീയമായ മർദ്ദനമുറകൾ കൊണ്ടാണ്. സമാധാനപരമായ പ്രതിഷേധങ്ങളിലേക്ക് പോലീസിന്റെ ബാരിക്കേഡുകളും ലാത്തികളും എല്ലാം ഇരച്ചു കയറ്റി. ഇതൊന്നും പോരാതെ പേരോ യൂണിഫോമോ ഇല്ലാതെ വടിയേന്തിയ ആളുകൾ വിദ്യാർത്ഥികളെ റോഡിലിട്ട് തല്ലിച്ചതയ്ക്കുന്ന രംഗങ്ങളാണ് പിന്നീട് ഇന്ത്യ മഹാരാജ്യം കണ്ടത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അനീതിക്കെതിരെ രാജ്യവ്യാപകമായി ശബ്ദങ്ങൾ ഉയരുകയുണ്ടായി. അതിലെടുത്തു പറയേണ്ട പേരുകളാണ് മമ്മൂട്ടി, മഞ്ജു വാര്യർ, അതുപോലെ തന്നെ ടൊവിനോ തോമസ്, ഒപ്പം ജ്യോതിക, അങ്ങനെ തുടങ്ങി നിരവധി പ്രമുഖ താരനിരകളെല്ലാം. പക്ഷേ ഇവരൊക്കെ സുഡാപ്പുകളും രാജ്യദ്രോഹികളുമാണെന്ന മട്ടിലാണ് സൈബർ ഇടങ്ങളിൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുവാക്കളാണ് രാജ്യത്തിൻ്റെ ശക്തി. അവരുടെ ആശങ്കകൾ കേൾക്കാൻ ഭരണകൂടം തയ്യാറാകണമെന്ന് വിളിച്ചു പറഞ്ഞ മമ്മൂട്ടി മുതൽ മഞ്ജു വാര്യർ വരെയുള്ള മലയാളത്തിൻ്റെ മുൻനിര കലാകാരന്മാർ ഒരൊറ്റ രാത്രി കൊണ്ട് എങ്ങനെയാണ് ഇത്തരം ലേബലുകളിലേക്ക് തള്ളപ്പെട്ടെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയാൽ ഇവിടെ പ്രതികരിക്കുന്നവരെ മുഴുവൻ ഒരൊറ്റ മുദ്രകുത്തി വേട്ടയാടുന്ന വിചിത്രമായ തന്ത്രമാണ് BJPയും അവരുടെ സൈബർ വിഭാഗങ്ങൾ ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ പുരസ്കാരം നിറവിൽ നിൽക്കുന്ന മമ്മൂട്ടി വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതോടെയാണ് സംഘപരിവാർ പ്രൊഫൈലുകൾ സൈബർ ആക്രമണം അതിരൂക്ഷമാക്കിയത്. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ മകൾ ആദ്യം ഈ പറഞ്ഞ സമരത്തെ അനുകൂലിച്ചപ്പോൾ അവർക്കും നേരിടേണ്ടി വന്നത് ക്രൂരമായ സൈബർ ആക്രമണം. എന്നാൽ മമ്മൂട്ടി മാത്രമല്ല, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, ഇന്ദ്രജിത്ത്, പാർവതി തിരുവോത്ത്, കുഞ്ചാക്കോ ബോബൻ, രഞ്ജിനി ഹരിദാസ്, പ്രിയ വാര്യർ, ചന്തു സലീം, അതുപോലെ അങ്ങനെ തുടങ്ങി മോഹൻലാലിൻ്റെ മകളടക്കമുള്ളവർ ഇവിടെ വലിയ തരത്തിൽ ഈ പറഞ്ഞ താരനിര തന്നെ യുവാക്കൾക്കൊപ്പം നിലയുറപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതും. അതോടുകൂടി സംഘപരിവാറിൻ്റെ സൈബർ പട ഇവരെ തേടിയെത്തി. ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, കേന്ദ്രമന്ത്രി BJP നേതാവുമായ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷും നടൻ മോഹൻലാലിൻ്റെ മകൾ മായാ മോഹൻലാലും വരെ വിദ്യാർത്ഥികൾക്ക് പിന്തുണ അറിയിച്ചു എന്നുള്ളതാണ്. എന്ത് സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് ഇവരെ വർഗീയ ചാപ്പുകുത്താൻ ശ്രമിക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട്.
പ്രതികരിച്ചാൽ ആരെയും സുഡാപ്പിയാക്കുന്ന സ്ഥിതിയാണെന്ന് BJP MP സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് വരെ പരസ്യമായി തുറന്നു പറയേണ്ടി വന്നില്ല എന്ന കാര്യവും ആലോചിക്കേണ്ടതാണ്. മായ മോഹൻലാലിൻ്റെ ആദ്യ ചിത്രമായി തുടക്കം റിലീസിനൊരുങ്ങുമ്പോൾ ആ സിനിമയുടെ പോസ്റ്ററിന് താഴെ വന്ന് കേട്ടാൽ അറയ്ക്കുന്ന ചീത്തവിളിയും ഭീഷണിയുമാണ് ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിനക്കും പൃഥ്വിരാജിൻ്റെ ഗതി വരുമെന്ന് ഭീഷണിപ്പെടുത്താൻ എന്ത് രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയമാണ് ഇവർക്ക് ഇത്രയും വലിയ ധൈര്യം നൽകുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ടതായിരിക്കുന്നു. BJP സഹയാത്രകനായ സംവിധായകൻ മേജർ രവി പോലും മായ മോഹൻലാലിന് രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറയുമ്പോൾ ഇവിടെ കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കുന്ന ജനങ്ങൾക്ക് രാഷ്ട്രീയം അറിയാമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ടൊവിനോ തോമസിന്റെ കൊച്ചിയിലെ വീടിന് മുന്നിൽ യുവമോർച്ച പ്രതിഷേധം സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്തെ PSC ഉദ്യോഗാർത്ഥികളുടെ സമരം ടൊവിനോ കണ്ടില്ല എന്നാണ് അവർ ഉയർത്തിക്കാട്ടുന്ന ആക്ഷേപം വന്നത്. എന്നാൽ തെരുവിൽ ചോര ചിന്തിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിച്ച ഒരു കലാകാരന് പിന്തുണയുമായി ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ രംഗത്തെത്തിയതും നമ്മൾ കണ്ടതാണ്. DYFI അടക്കമുള്ള സംഘടനകൾ അവിടെ എത്തുകയുണ്ടായി. ഈ വിഷയത്തിൽ BJP നടത്തുന്ന വലിയൊരു വിഭജന തന്ത്രം നമുക്ക് കാണാനും സാധിക്കും. ഇന്ത്യയിൽ ആര് ഭരണകൂടത്തിനെതിരായി ശബ്ദമുയർത്തിയാലും അവരുടെ പേര് നോക്കും. സംസാരിക്കുന്ന ആളുടെ പേരൊരു മുസ്ലിം നാമമാണെങ്കിൽ അവരെ പെട്ടെന്ന് പാകിസ്ഥാനി എന്നോ ബംഗ്ലാദേശ് എന്നോ മുദ്ര കുത്തും, അല്ലാത്തവരെ സുഡാപ്പികളെന്ന് വിളിക്കുകയും ചെയ്യും. അതും പോരാഞ്ഞ് ചൈനീസ് ഫണ്ട്, സോറസ് ഏജന്റുകൾ, തീവ്രവാദികൾ എന്നിങ്ങനെ വിചിത്രമായ ആരോപണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങളെ മുഴുവൻ തന്നെ തകർക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരത്തിൽ രാജ്യസ്നേഹത്തിൻ്റെ വ്യാജ മുഖം മൂടി അണിഞ്ഞ് അധിക്ഷേപങ്ങൾ ചൊരിയുന്ന BJPയുടെ യഥാർത്ഥ അസഹിഷ്ണുത നിറഞ്ഞ മുഖം മൂടിയാണ് ഇപ്പോൾ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്, അതും കേരളത്തിൻ്റെ സൈബറിടത്തിൽ. തങ്ങളുടെ ഭാവിക്കും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുമെതിരായി ശബ്ദമുയർത്തിയ വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്ക് നിരാഹാര സമരം കിടന്നപ്പോൾ അദ്ദേഹത്തെ റോഡിലൂടെ വലിച്ചിടിച്ചാണ് പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഈ രംഗവും നമ്മൾ കണ്ടതാണല്ലോ. ഈ അനീതിക്കെതിരെ പാർലമെന്റിൽ പോലും വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സ്പീക്കർ അറിയിച്ചുവെങ്കിലും തെരുവിൽ നടന്ന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കറുത്ത വസ്ത്രങ്ങളും അതുപോലെ കറുത്ത റിബണുകളും ധരിച്ചാണ് പ്രതിപക്ഷ അംഗങ്ങൾ പോലും പാർലമെന്റിലെത്തിയത്. എന്തിനേറെ പറയുന്നു, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള ദേശീയ നേതാക്കൾ പോലും വലിയ രീതിയിൽ പ്രതിഷേധിച്ചു. സഭാ നടപടികൾ നിർത്തിവെക്കേണ്ടി വരുന്നത്രയും വലിയ പ്രക്ഷുബ്ധതയ്ക്കാണ് പിന്നീട് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. പെല്ലറ്റ് ഗണ്ണുകളും ഷോക്ക് ബാറ്റണുകളും വിദ്യാർത്ഥികൾക്ക് നേരെ പ്രയോഗിക്കപ്പെട്ടതായി ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിനെല്ലാം ന്യായീകരിക്കാനും യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുമാണ് ഇവർ ഇത്തരം ചാപ്പകുത്തലുകൾ കാര്യമായി നടത്തിപ്പോരുന്നത്. ജനാധിപത്യപരമായ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന വിദ്യാർത്ഥികളെ പാറ്റകൾ അഥവാ നിസ്സാരരായി ചിത്രീകരിക്കുകയും അവർക്ക് മാനുഷിക പരിഗണന നൽകി ഒപ്പം നിൽക്കുന്നവരെ മുഴുവനും സുഡാപ്പികൾ അഥവാ വർഗീയവാദികൾ അല്ലെങ്കിൽ തീവ്രവാദികളെ തരം താഴ്ത്തുകയും ചെയ്യുന്ന വൻ വിരോധാഭാസമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മാനവികതയാണ് ഏത് രാഷ്ട്രീയത്തിനും മീതെ നിൽക്കേണ്ടത് എന്ന നടി മഞ്ജു വാര്യരുടെ വാക്കുകൾ എത്ര കൃത്യമുള്ളതാണ്. യുവാക്കൾ ചോദ്യം ചോദിക്കാനും പ്രതിഷേധിക്കാനും ഇവിടെ അവകാശമില്ല എന്നുള്ള ചോദ്യം ഉയരുകയാണ്. നീതികേടിനെതിരെ സംസാരിക്കുമ്പോൾ ആ പേരിൻ്റെയോ മതത്തിൻ്റെയോ പേരിൽ വേട്ടയാടപ്പെടുന്നത് ഏത് തരം ജനാധിപത്യമാണ് ഡൽഹിയിൽ ഇറങ്ങിയിരുന്നത്? ഏതുതരം ജനാധിപത്യമാണ് ഇവിടെയുള്ളത്? സമൂഹത്തിൽ സ്വാധീനമുള്ള കലാകാരന്മാരും പൊതുജനങ്ങളും ഭയമില്ലാതെ സംസാരിക്കുമ്പോൾ ആ ശബ്ദങ്ങളെ വർഗീയ ചൊവ്വയോടെ നേരിടുന്നത് ജനാധിപത്യപരമായ പ്രതികരണ സംസ്കാരത്തിന് തീരെ ചേർന്ന നടപടിയൊന്നുമല്ല. ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതിക്രമത്തിനെതിരെ പ്രതികരിക്കുന്നതും ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ കുത്തകയൊന്നുമല്ല, മറിച്ച് അതൊരു തുറന്ന സമൂഹത്തിൻ്റെ പ്രാഥമികമായ അവകാശം കൂടിയാണ്. അതിവിടെ പ്രയോഗിക്കപ്പെടുക തന്നെ ചെയ്യും. ഇന്ത്യൻ ജനാധിപത്യത്തെയും ഭരണകൂടത്തെയും സംരക്ഷിക്കാൻ സംസാരിക്കുന്നവരൊക്കെ BJPയുടെ കണ്ണിൽ സുഡാപ്പികളും പാകിസ്ഥാനികളും ബംഗ്ലാദേശികളുമാണെങ്കിൽ അതിനർത്ഥം BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അസഹിഷ്ണുത കൊടുമുടിയിൽ എത്തി നിൽക്കുന്നു എന്ന് തന്നെയാണ്. കൃത്യമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം നൽകാൻ കഴിയാതെ വരുമ്പോഴാണ് ഇവർ ഭയത്തോടെ ലേബലുകൾ നിർമ്മിച്ചു തുടങ്ങുന്നത്. അപ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമാണല്ലോ. അധികാരത്തിൻ്റെ അന്ധകാരത്തിൽ അഹങ്കരിക്കുന്ന ഭരണകൂടത്തോടും അവരുടെ ക്രൂരമായ സൈബർ പടയോടും ഉറച്ച ശബ്ദത്തിൽ ഒന്നേ ചോദിക്കാനുള്ളൂ. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ന്യായമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ മനുഷ്യത്വമുള്ള മനുഷ്യരെ സുഡാപ്പികളെന്നും രാജ്യദ്രോഹികളെന്നും ലേബലുകൾ ഒട്ടിച്ച് എത്ര നാൾ നിങ്ങൾക്ക് ഒളിച്ചോടാൻ സാധിക്കും? ഈ ചോദ്യങ്ങൾക്ക് നൽകാൻ ഏതെങ്കിലും ഒരു ഉത്തരമെങ്കിലും ഈ ഭരണകൂടത്തിൻ്റെ കയ്യിലുണ്ടോ എന്ന് കൂടി കണ്ടറിയേണ്ടിയിരിക്കുന്നു. ചരിത്രത്തിൻ്റെ ഏടുകൾ മറിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു ഏറ്റവും വലിയ സത്യമുണ്ട്. ഏതൊരു മഹത്തായ ജനകീയ വിപ്ലവത്തിൻ്റെയും ആകെത്തുക എന്നത് തുടക്കത്തിൽ ഭയമില്ലാതെ ഉയരുന്ന ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങളാണ്. ആ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ഭരണകൂടങ്ങൾ തങ്ങളുടെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് ശ്രമിച്ചിട്ടുമുണ്ട്. എന്നാൽ അടക്കി നിൽക്കാൻ ശ്രമിക്കും തോറും ആ കനലുകൾ ആളിക്കത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് വർത്തമാനകാലവും ഇത് തന്നെയാണ് ഭാവിയും.
ഇന്ന് ഡൽഹിയുടെ തെരുവിൽ ചോര ചിന്തിയ ഉശിരുള്ള യുവാക്കളും അവർക്കായി മനുഷ്യത്വത്തോടെ സംസാരിച്ച് വർഗീയ ലേബലുകളും വേട്ടയാടലുകളും ഏറ്റുവാങ്ങിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കലാകാരന്മാരും ചേർന്ന് കുറിച്ചിടുന്നത് നാളെയുടെ പുതിയൊരു ചരിത്രം തന്നെയാണ്. അടിച്ചമർത്താനും ലേബലുകൾ ഒട്ടിച്ച് മാറ്റി നിർത്താനും അധിക്ഷേപിക്കാനും ശ്രമിക്കും തോറും അനീതിക്കെതിരെയുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ ഈ ഒത്തുചേരൽ കൂടുതൽ ഉറച്ചതും വ്യക്തവും ശക്തവുമായ മാർഗം മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അധികാരത്തിൻ്റെ താക്കോലുകൾ കയ്യിലുണ്ടെന്ന് കരുതി എന്തും ചെയ്യാമെന്ന് വ്യാമോഹിക്കുന്നവർ ഒരു കാര്യം വ്യക്തമായി ഓർക്കേണ്ടതുണ്ട്. ജനാധിപത്യത്തിൽ ആത്യന്തികമായി അധികാരമെന്നത് ജനങ്ങളുടെയും ഈ രാജ്യത്തിൻ്റെ ശക്തമായ യുവതയുടെയും കയ്യിൽ മാത്രമാണ്. ലേബലുകൾക്കും ഭീഷണികൾക്കുമെല്ലാം അപ്പുറം മനുഷ്യത്വത്തിനും നീതിക്കും വേണ്ടി ഭയമില്ലാതെ ഉയരുന്ന ആ ശബ്ദങ്ങളാണ് ഇവിടുത്തെ യഥാർത്ഥ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ ഏതെങ്കിലും സംഘപരിവാർ പടച്ചുവിടുന്ന തിരക്കഥകൾക്ക് സാധിക്കില്ല എന്ന വലിയ സന്ദേശമാണ് ഇത്തരം പ്രതിഷേധങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.